ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ബലരാമനെ കാണാനായിട്ട് ഷൺമുഖദാസ് ജയിലിലേക്ക് എത്തുകയാണ്. ഷൺമുഖദാസ് വക്കീല് ബലരാമനോട് പറയാണ്, നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയ നിന്റെ അച്ഛനും അമ്മയും എനിക്കറിയാം, പക്ഷെ ഞാനത് ഇപ്പം പറയില്ല, സമയമാവട്ടെ, ഞാൻ അവരെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും എന്നും പറഞ്ഞുകൊണ്ട് ഷൺമുഖദാസ് പോവുകയാണ്. അതിനുശേഷം വർക്ക് കഴിഞ്ഞ് കൺമണി വളരെ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. ധനലക്ഷ്മി അപ്പോൾ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, ഒന്ന് നിന്നേ, നീ ഇന്ന് വരുണിനെ കാണണമെന്ന് പറഞ്ഞിരുന്നല്ലോ, കണ്ടായിരുന്നോ അവനെ? ഇന്നെന്താ പ്രത്യേകിച്ച് ഒരു കൂടിക്കാഴ്ച നടത്താൻ, എന്തിനാ നീ അവനെ കണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കൺമണി പറയാണ്, ഏട്ടത്തിൻ്റെ അടുത്ത ആളല്ലേ വരുൺ, ഏട്ടത്തിക്ക് തന്നെ വിളിച്ച് ചോദിക്കായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ധനലക്ഷ്മി പറയുകയാണ്, എടി നിന്റെ ഈ തർക്കുത്തരൊക്കെ നീ നിർത്തിക്കോ, 2 ദിവസം കൂടിയും കഴിഞ്ഞാൽ നിന്റെ കല്യാണമാണ്, തിങ്കളാഴ്ച കഴിഞ്ഞാൽ നീ ഇങ്ങനെ അഹങ്കാരം കാണിച്ചാൽ നീ വിവരം അറിയുമെന്ന് കൺമണിയോട് പറയുമ്പോൾ കൺമണി ധനലക്ഷ്മിയോട് പറയാണ്, വിവരം അറിയാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് കാണാമെന്ന് ദേഷ്യത്തോടെ കൺമണി പറഞ്ഞിട്ട് പോവുകയാണ്. ധനലക്ഷ്മി ആണെങ്കിൽ ഒന്നും അറിയാത്ത അവസ്ഥയിൽ ഇതെന്തു പറ്റി എന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ധനലക്ഷ്മി വരുണും കൺമണിയും എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട് വരുണിനെ തന്നെ വിളിക്കുകയാണ്. ധനലക്ഷ്മിയുടെ കോള് കാണുന്ന വരുണ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൾക്കും ആ കൺമണിക്കും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കുകയാണ്. അതിനുശേഷം ധനലക്ഷ്മി വരുണിനോട് ചോദിക്കുന്നുണ്ട്, വരുണെ ഇന്ന് കൺമണിയെ നീ കണ്ടായിരുന്നോ, എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറയാണ്, എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങളല്ലേ അതൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾക്ക് നാണക്കേടാവില്ലേ? എന്തായാലും കുഴപ്പമില്ല, ഏട്ടത്തി ആയതുകൊണ്ട് ഞാൻ പറയാം. കൺമണി എന്നോട് പറഞ്ഞത് അവൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് വേണമെന്നാണ്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോടോ കൺമണിയോടോ ഏട്ടത്തി ചോദിക്കരുത്, ഇതെല്ലാം ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്നത്തെയും പോലെയല്ല, ഇന്ന് ഞാൻ കൺമണിയെ കണ്ടപ്പോൾ കൺമണി ഒരുപാട് സന്തോഷത്തിലായിരുന്നു, ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞിട്ട് വരുൺ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് വരുൺ പറയുകയാണ്, ഒരു ഏട്ടത്തിയും അനിയത്തിയും വന്നിരിക്കുന്നു, ഇവർക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. ധനലക്ഷ്മി ആണെങ്കിൽ ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ എന്താ പറ്റിയത്, പെട്ടെന്ന് എന്താ ഇപ്പോൾ വരുണിനോട് കൺമണിക്ക് ഇഷ്ടം തോന്നിയത്, ഇനിയിപ്പോൾ ഇവര് എന്നെ പറ്റിക്കുകയാണോ, ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എന്നോട് ആ 101 പവൻ ചോദിക്കുമോ, ചത്താലും ഞാൻ ആ 101 പവൻ കൊടുക്കില്ല എന്നൊക്കെ ധനലക്ഷ്മി ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം കൺമണി ഗൂഗിളിനോട് പോയിട്ട് ഇന്നുണ്ടായ സംഭവങ്ങളെല്ലാം പറയുകയാണ്. ഗൂഗിൾ അപ്പോൾ കൺമണിയോട് പറയുന്നുണ്ട്, ഈശ്വര, അപ്പോൾ എൻ്റെ അമ്മ കണ്ട സ്വപ്നങ്ങളൊക്കെ വെള്ളത്തിലായല്ലോ എന്ന്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, എടാ ഒന്ന് പതുക്കെ പറയേ, ഇന്നെല്ലാം ഒരു സിനിമ പോലെയായിരുന്നു നടന്നത്, വരുൺ എന്നോട് ഈ വിവാഹം നടക്കില്ലാലേ എന്ന് ചോദിക്കുമ്പോൾ സാറ് വന്നിട്ട് വരുണിനോട് പറയുകയാണ്, ഇല്ല നടക്കില്ല, ഞാൻ കിട്ടിയ താലിയാണ് ഇതാ ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് എന്ന് സാറ് പറഞ്ഞു. ഒടുക്കത്തെ മാസ് ഡയലോഗ് ആയിരുന്നടാ അത്. പക്ഷെ അതൊന്നുമല്ല, ഇനി ക്രിഷ് സാർ എന്നെ താലി കിട്ടിയ കാര്യം എല്ലാവരും അറിയും, വരുൺ എല്ലാവരോടും പറയും, അവൻ എന്നോടും ക്രിഷ് സാറിനോടുള്ള പകയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ പറയുകയാണ്, ഇനി എന്ത് സംഭവിച്ചാലും എന്താ, ക്രിഷ് സാർ ചങ്കുറ്റത്തോടെ തന്നെ പറഞ്ഞല്ലോ ഞാൻ കിട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിലെന്ന്, ക്രിഷ് സാറ് കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അപ്പം പേടിക്കുന്നത്, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പോവുകയാണ്. അതിനുശേഷം കൺമണി ഇന്ന് ഓഫീസിലുണ്ടായ കാര്യങ്ങളും വരുണുമായിട്ടുണ്ടായ സംഭവങ്ങൾ എല്ലാം ആലോചിക്കുകയാണ്. കൃഷ് മാനസയുടെ അടുത്തു നിന്നും തന്നെ രക്ഷിച്ചതും വരുണിനോട് ഞാൻ കിട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിലെന്ന് പറഞ്ഞതുമെല്ലാം കൺമണി ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം ആലോചിക്കുമ്പോൾ കൺമണിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം സാഗറും സുജാതയും കൃപയും ജർമ്മനിയിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ സാഗറിനെ കാണാൻ വേണ്ടിയിട്ട് മഹി വീട്ടിലേക്ക് എത്തുകയാണ്. മഹിയോട് സാഗർ പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാലും നിങ്ങൾ ആ ലാലിയെക്കുറിച്ചും ഷൺമുഖദാസിനെ കുറിച്ചും അന്വേഷിക്കണം, ഇതിൻ്റെ പിന്നിൽ എന്താ കാര്യമെന്ന് നിങ്ങൾ അന്വേഷിച്ചറിയണം, ദേവ്ജി ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സമാധാനത്തോടെ പോകുന്നത്, പിന്നെ ഒരു കാരണവശാലും കൃഷ് ഇതൊന്നും അറിയരുത്, ആ ലാലിയെക്കുറിച്ച് നമുക്ക് എന്തായാലും അറിയണം എന്നൊക്കെ പറയുമ്പോൾ മഹി പറയുകയാണ്, അവരെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എന്തായാലും നിങ്ങൾ വരുമ്പോഴത്തേക്കും അവരെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരിക്കും, നിങ്ങൾ സമാധാനമായിട്ട് പോയിവ എന്നൊക്കെ മഹി സാഗറിനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും കൃഷി വീട്ടിലേക്ക് എത്തുകയാണ്.
അപ്പോൾ സാഗർ മഹിയോട് പറയാണ് കൃഷി വന്നെന്ന് തോന്നുന്നു, അവനോട് ഇതൊന്നും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മഹി കൃഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കൃഷി ആണെങ്കിൽ സന്തോഷത്തോടെ പാട്ടും ചിരിയൊക്കെ ആയിട്ട് ആടിപ്പാടിയിട്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഇത് കാണുന്ന മഹി പോയിട്ട് കൃഷിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ പതിവില്ലാതെ ആടിപ്പാടിയിട്ടൊക്കെയാണ് വരുന്നത്, എന്തുപറ്റി ഇത്ര സന്തോഷത്തോടെ വരാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷി മഹിയോട് പറയാണ് ഒരാൾക്ക് റൊമാൻസ് വരുമ്പോൾ അവർ ചിലപ്പോൾ ആടിയും പാടിയും ഒക്കെ വന്നെന്നിരിക്കും എന്ന് പറയുമ്പോൾ മഹി കൃഷിനോട് പറയാണ്, നിന്റെ റൊമാൻസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും പെണ്ണുങ്ങളുണ്ടാവും നിന്റെ ലിസ്റ്റിൽ. അപ്പോൾ കൃഷി മഹിയോട് പറയാണ്, എടാ അന്നത്തെ ലവ് എന്ന് പറയുന്നത് ഫേക്ക് ലവ് ആണ്, ഇതെന്ന് പറയുന്നത് റിയൽ ലവ് ആണെന്ന് കൃഷി പറയുന്നു. അപ്പോൾ മഹി കൃഷിനോട് പറയണോ ഒന്ന് പോടാ, റിയൽ ലവ് നിനക്കോ, ഒന്ന് പോയി പണി നോക്കടാ എന്നൊക്കെ പറയുന്നു. അപ്പോൾ കൃഷി മഹിയോട് പറയാണ്, എടാ ഇത് അങ്ങനെയൊന്നുമല്ല, എനിക്ക് കൺമണിയോട് റിയൽ ലവ് തന്നെയാണ് എന്ന് പറയുമ്പോൾ മഹി പറയാണ്, എടാ ആ കൺമണി ഒരു പാവമാണ്, ഇന്നസെൻ്റ് ആണ്, നീ ആ കുട്ടിക്ക് ആശ കൊടുത്ത് പറ്റിക്കരുത് എന്ന് പറയുമ്പോൾ കൃഷി പറയാണ്, അവളാണ് എനിക്ക് ആശ തന്നത്, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അടിപൊളിയായിരിക്കും എന്ന് കൃഷി മഹിയോട് പറയുന്നു. ശരി അങ്ങനെ തന്നെ ആവട്ടെ, ഇതെല്ലാം നിൻ്റെ വീട്ടിലറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, ആൻറ്റിയമ്മ സമ്മതിക്കുമോ, മാനസ വെറുതെ ഇരിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, അതെല്ലാം ആൻറ്റിയമ്മ നോക്കിക്കോളും, ആൻറ്റിയമ്മ എനിക്ക് സപ്പോർട്ടാണ് എന്ന് കൃഷി പറയുന്നു. അപ്പോൾ മഹി ചോദിക്കുകയാണ് കൃഷിനോട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് കൺമണിയെ താലി കെട്ടാനുള്ള ധൈര്യം ഉണ്ടോ ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, ഉണ്ടല്ലോ, ഞാൻ താലി കെട്ടിക്കഴിഞ്ഞല്ലോ എന്ന് കൃഷി മഹിയോട് പറയാണ്. അപ്പോൾ മഹി കൃഷിനോട് പറയാണ്, ഒന്ന് പോടാ, താലി കെട്ടിയെന്നോ, നീ വെറുതെ നുണയൊന്നും പറയണ്ട, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷി പറയാണ്, നീ ഇനി വിശ്വസിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മഹി പറയാണ്, നീ എനിക്ക് സത്യം ചെയ്തു തരണം, അതും കൃപയെ വെച്ച് നീ എനിക്ക് സത്യം ചെയ്തു തരണം, കൃപയെ വെച്ച് നീ ഒരിക്കലും കള്ളസത്യം ചെയ്യില്ല, അതുകൊണ്ട് അവളെ വെച്ച് എനിക്ക് സത്യം ചെയ്തു തരണം എന്ന് പറയുമ്പോൾ കൃഷി മഹിയുടെ കൈ പിടിച്ചിട്ട് അവനോട്, കൃപയാണ് സത്യം, ഞാൻ കൺമണിയെ താലി കെട്ടി, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പിന്നെ പറയാമെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന മഹി ആകെ ഞെട്ടുന്നുണ്ട്, വാ പൊളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കൃഷി വേഗം പോയിട്ട് മഹിയുടെ വാ അടച്ചു പിടിച്ച്, വാ അടക്കി, കൊതുക് കയറും എന്ന് പറഞ്ഞിട്ട് കൃഷി പിന്നെയും സന്തോഷത്തോടെ ആടിപ്പാടി വീട്ടിനുള്ളിലേക്ക് കയറിപ്പോവുകയാണ്. അതിനുശേഷം സുമിത്രയുടെ ഫോണിലേക്ക് ബലരാമൻ സഹദേവൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ജയിലിൽ നിന്നും വിളിക്കുകയാണ്. സുമിത്ര ബാലുവിൻ്റെ അടുത്ത് പോയി ഇരുന്നുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ബലരാമനോട് സംസാരിക്കുകയാണ്. എന്താ മോനെ, എന്താ നീ വിളിച്ചത്, നീ ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് സങ്കടമാവുന്നുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങനെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബലരാമൻ പറയാണ്, അമ്മേ ഇനിയെങ്കിലും എന്നോട് ആ സത്യം പറയേ, ആരാ എൻ്റെ അച്ഛനും അമ്മയും എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുകയാണ്, മോനെ ഷൺമുഖദാസ് വക്കീലെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, നീയൊന്ന് വെയിറ്റ് ചെയ്യേ, വക്കീൽ നിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ നിർത്തും, അപ്പോൾ നീ അറിയും നിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന്, അതുവരെ നീയൊന്ന് വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് സുമിത്ര ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഭാഗ്യശ്രീ അവിടെ നിൽക്കുന്നുണ്ടാവും. ഭാഗ്യശ്രീ ദേഷ്യം വന്നുകൊണ്ട് സുമിത്രയോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ അമ്മ ഏട്ടനോടല്ലേ സംസാരിച്ചത്, എങ്ങനെ ഏട്ടനോട് ജയിലിൽ വെച്ച് സംസാരിക്കാൻ അമ്മയ്ക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുകയാണ്, നിനക്കെന്താ ഭ്രാന്തുണ്ടോ, ജയിലിലുള്ള ആളെ ഞാനെങ്ങനെ വിളിച്ച് സംസാരിക്കാനാണ്, അവിടെ അവർക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഭാഗ്യശ്രീ പറയുകയാണ്, അല്ല അമ്മ കള്ളം പറയുകയാണ്, അമ്മ ഏട്ടനോട് തന്നെയാണ് സംസാരിച്ചത്, ഏട്ടൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താ അത് സംഭവം എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുകയാണ്, ഇനിയിപ്പോൾ ഒന്നും നിന്നോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അടുത്ത ദിവസങ്ങളിൽ നീ എന്തായാലും ഇതെല്ലാം അറിയാൻ പോകുന്നത് തന്നെയാണ്, എന്നാൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ നിന്നോട് പറയാം, നിന്റെ ഏട്ടൻ ബലരാമനുണ്ടല്ലോ, അവൻ ശരിക്കും നിന്റെ ഏട്ടനല്ല, അവനെ ഞങ്ങൾ എടുത്തു വളർത്തിയതാണ്, നീയാണ് ഞങ്ങളുടെ യഥാർത്ഥ മകൾ, നീ ഞങ്ങളെ യഥാർത്ഥത്തിൽ അമ്മ എന്ന് വിളിച്ചു, പക്ഷേ ഞങ്ങൾ ബലരാമനെ കൊണ്ട് ഞങ്ങളെ അമ്മ അച്ഛ എന്ന് വിളിപ്പിച്ചതാണ് എന്നൊക്കെ സുമിത്ര പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഭാഗ്യശ്രീക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട്. ഭാഗ്യശ്രീ സുമിത്രയോട് പറയുകയാണ്, അമ്മ ഇതൊക്കെ വെറുതെ പറയുകയാണ്, ഇതൊന്നുമല്ല സത്യം, ബലരാമേട്ടൻ എൻ്റെ സ്വന്തം ഏട്ടൻ തന്നെയാണ്, ആ ഷൺമുഖദാസ് വക്കീൽ അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് വളഞ്ഞ വഴി കൂടെ ഏട്ടനെ പുറത്തിറക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ സുമിത്ര പറയുകയാണ്, ഞാൻ പറഞ്ഞ ഇത്രയും സത്യം തന്നെയാണ്, ബലരാമനും നീയും ഒരു ചോരയല്ല,
അവൻ ഈ കുടുംബത്തിലെ ആളുമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഭാഗ്യശ്രീ കരഞ്ഞുകൊണ്ട് സുമിത്രയോടും ബാലുവിനോടും ചോദിക്കുകയാണ്, എന്നാൽ നിങ്ങൾ സത്യം പറയ്, യഥാർത്ഥത്തിൽ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുമിത്ര പറയുകയാണ്, അത് പറയില്ല ഞാനിപ്പോൾ, അതിനുള്ള സമയം ആവുന്നേ ഉള്ളൂ, അതെന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നീ അറിയും എന്ന് ഭാഗ്യശ്രീയോട് പറയുകയാണ് സുമിത്ര. അപ്പോൾ ഭാഗ്യശ്രീ സുമിത്രയോട് ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് ഇത്രയും വിഷമം ഉണ്ടാക്കുന്ന കാര്യം അച്ഛനും അമ്മയും ഏട്ടനോട് പറഞ്ഞത്, ഏട്ടനെ എന്തിനാണ് സങ്കടത്തിലാക്കിയത് എന്ന് സുമിത്രയോട് ചോദിക്കുമ്പോൾ സുമിത്ര പറയുകയാണ്, അത് ബലരാമന് ഒന്ന് മാനസികമായി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനോട് അങ്ങനെയെല്ലാം പറഞ്ഞത് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഭാഗ്യശ്രീ ആകെ തകരുന്ന അവസ്ഥയിലാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.